കണ്ണൂരിൽ വീണ്ടും തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ ടൗൺ ഭാഗത്ത് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം ഉള്ള അതായത് കടിക്കുന്ന നായകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ KVR ടവറും അതേപോലെ സബ് ജയിലിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ നമ്മളെ കാൾടെക്സ് ജംഗ്ഷനും ഭാഗത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നടന്നു പോകുന്നവരെയാണ് ഇത് കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈക്കിൽ പോകുന്നവർ ഇത് കടിക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു മാസം മുന്നേ തന്നെ പറശ്ശിനി റോഡ് നിങ്ങൾക്കറിയാമല്ലോ, പറശ്ശിനി റോഡ് കരിങ്കൽക്കുഴിക്കൊക്കെ പോകുന്ന വഴി. അപ്പോൾ അവിടുന്ന് ഒരു നായ വെറുതെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് പോകുന്ന ഒരു ചങ്ങായിന ഗിയർ തട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയം തന്നെ എന്താ പറയണ്ട അവിടെ ചെറുങ്ങനെ ഒന്ന് സ്ലോ ആക്കിയത്. അപ്പോഴത്തേക്ക് പുള്ളിയുടെ കാലിന് കടിക്കാൻ പോയി. അപ്പോൾ പുള്ളിയുടെ ബാലൻസ് മൊത്തത്തിൽ അങ്ങ് തെറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നായ കടിക്കുന്നതിൻ്റെ ആ ഒരു പ്രധാന എന്താ പറയണ്ടേ, അങ്ങനെയൊക്കെയാണ് ഇത് കടിക്കാൻ നോക്കുക. അതായത് വെറുതെ നിന്ന നായ നമ്മളെ വന്ന് കടിക്കാൻ വരിക. അങ്ങനെയാണ് ഇപ്പം കണ്ടുവരുന്നതെന്നല്ല, ഇപ്പം അത് എന്താ പറയണ്ടേ, അവരങ്ങനെയാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നത്. അതായത് വെറുതെ നിൽക്കുന്ന നമ്മളെ വന്ന് കടിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നു. അപ്പോൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പം കടന്നു പോകുന്നത്. അതായത് നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ഇട്ടാലും അതിൻ്റെ എതിരെ പറഞ്ഞാൽ മൃഗസ്നേഹികൾ വന്നിട്ട് നമ്മളെ വായ അടുപ്പിക്കും. അതായത് ഇന്നേ ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇന്നേ ഒരാൾ എന്താ പറയണ്ടേ നായകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നേ ഒരാൾ വടിയെടുത്തിട്ട് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ട് എന്താ പറയണ്ടേ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടാൻ പോയാൽ വളരെ മോശം സമീപനമാണ് നമ്മളോട് കാണിക്കുന്നത്. ഈ വിഷബാധക്കുള്ള വാക്സിനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെ പിടിക്കും. അവർക്കൊക്കെ വരുന്നുള്ളത് ഷുവറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചില നായകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ചുണ്ടും അതേപോലെ വായൊക്കെ ഈ ഒരു ടൈപ്പിലാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വൃത്തിഹീനമായ ചുറ്റുപാടിലൊക്കെ കഴിഞ്ഞു കൂടുന്ന നായകളിൽ പല അസുഖങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്തത്തിൽ കലർന്നിട്ട്, അപ്പോൾ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. നമുക്ക് അന്നേരം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷ് ഇട്ട് കഴുകാനോ സോപ്പിട്ട് കഴുകാനോ നേരമില്ല. കാരണം എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാത്ത സ്ഥലം, ഒരു വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്തുനിന്നായിരിക്കും നായകൾ കടിക്കുക. അപ്പോൾ നമ്മൾ എത്താൻ വൈകിയാൽ തന്നെ ഈ വിഷബാധയുടെ വാക്സിൻ വെക്കുമ്പം തന്നെ അത് ചിലപ്പോൾ ഫലപ്രദമായിട്ട് വരില്ല. കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മോശം അവസ്ഥയാണ്. ഇപ്പോൾ ആ ഒരു പേപ്പർ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണൂരിൽ എത്ര ആൾക്കാരെയാണ് അത് കടിച്ചിട്ടുള്ളത്. ഇത് കടിക്കുന്ന നായകളിൽ പകുതിയും വിഷബാധയുണ്ട്. അതാണ് ആദ്യം ഓർക്കേണ്ടത്. കോർപ്പറേഷൻകാർ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുവരുമ്പം അതിന് എതിരായിട്ട് എന്താ പറയണ്ടേ, അത് എങ്ങനെയെങ്കിലും ആ ഒരു പദ്ധതി ഇല്ലാണ്ടാക്കുകയാണ് ഈ മൃഗസ്നേഹികൾ ചെയ്യുന്നത്.